നമസ്കാരം. വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു സാഹചര്യമാണ് വിപണികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പണപ്പെരുപ്പ നിരക്ക് വീണ്ടും വലിയ തോതിൽ കുതിച്ച് ഉയരുകയാണ്. പല നടപടികളിലൂടെ റിസർവ് ബാങ്ക് പണപ്പെരുപ്പത്തെ വരുതിയിലാക്കാൻ വേണ്ടി പലിശ നിരക്ക് കുത്തനെ ഉയർത്തുമ്പോഴും പണപ്പെരുപ്പ നിരക്ക് വലിയ തോതിൽ ഉയർന്നു വരുന്നത് സാമ്പത്തിക രംഗത്തും അതുപോലെ വിപണികളിലും സാധാരണക്കാരുടെ ഇടയിലുമൊക്കെ ആശങ്ക ഉയർത്തുകയാണ്. ഇപ്പം ജൂൺ മാസത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ റീറ്റെയിൽ വിലയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 5.08% ഉയർന്നിരിക്കുന്നത്. അത് മെയ് മാസത്തിൽ 4.75% നിന്നിരുന്നത്. അതിപ്പോൾ 5% മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സമീപകാലത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പം എന്ന് പറയുന്നത് 2024 ജനുവരി മാസത്തിൽ രേഖപ്പെടുത്തിയ 5.10% ഏതാണ്ട് അതിനടുത്തേക്ക് ജൂണിലെ പണപ്പെരുപ്പം എത്തിയിരിക്കുകയാണ്. ഈ പണപ്പെരുപ്പം ഇങ്ങനെ ഉയർന്നിരിക്കുന്നത് ഏതായാലും റേറ്റ് കട്ട്, അതായത് പലിശ നിരക്കിൽ ഇളവ് വരുത്താനുള്ള ഒരു നടപടിയിൽ നിന്നും റിസർവ് ബാങ്കിനെ പിന്നോട്ട് വലിക്കുന്നതാണ്. ആഗോള രംഗത്തെ പ്രവണതകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് കാണാൻ കഴിയുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പണപ്പെരുപ്പത്തിൽ ഒരു ഈസിനെസ്, ഒരു കുറവ് വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും പലിശ നിരക്കുകളിൽ ഇപ്പോൾ ഇളവ് വരുത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലും ആ ഒരു സാഹചര്യമല്ല കാണുന്നത്, നേരെ തിരിച്ചുള്ളൊരു സാഹചര്യമാണ് കാണുന്നത്. അമേരിക്കയിൽ പണപ്പെരുപ്പം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ 3% നിലവിൽ അവിടെ പണപ്പെരുപ്പം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി അല്ലെങ്കിൽ ഈ വർഷം ഒടിവോടുകൂടി ഒരു റേറ്റ് കട്ടിലേക്ക് US ഫെഡറൽ റിസർവ് പോകും എന്നുള്ള സൂചന ആണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് പണപ്പെരുപ്പം ഈ ഒരു നിലവാരത്തിൽ തുടരുന്നത്. ഇതിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യം, പണപ്പെരുപ്പ നിരക്കിൽ ഏറ്റവും കൂടുതൽ ഏതാണ്ട് 50% റീറ്റെയിൽ പണപ്പെരുപ്പ് നിരക്കിൽ സംഭാവന നൽകുന്നത് ഭക്ഷ്യ ഇനങ്ങളാണ്. ആ ഭക്ഷ്യ ഇനങ്ങളുടെ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ പറയുന്ന ഭക്ഷ്യ പണപ്പെരുപ്പം പ്രത്യേകമായിട്ട് എടുക്കുമ്പോൾ അത് ഇന്ത്യയിൽ ഇപ്പോൾ ജൂണിൽ രേഖപ്പെടുത്തിയത് 9.55%. മെയ് മാസത്തിൽ അത് 8.69%. 2023 മെയ് മാസത്തിൽ, അതായത് കൃത്യം ഒരു വർഷം മുമ്പ് ഇത് 4.55% മാത്രമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലേറെയായിട്ട് ഇന്ന് ഫുഡ് ഇൻഫ്ലേഷൻ ഉയർന്നിരിക്കുന്നു. ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. കാരണം രാജ്യത്തെമ്പാടും ഭക്ഷ്യവിഭവങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിനെ, പ്രത്യേകിച്ച് മാസ ബഡ്ജറ്റിനെ വല്ലാതെ താളം തെറ്റിക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ വില ഇന്ത്യയിൽ കുതിച്ചുയരുകയാണ്. നമുക്ക് ഈ ഭക്ഷ്യപണപ്പെരുപ്പത്തിൽ അല്ലെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ്റെ ബാസ്ക്കറ്റിനകത്ത് ഓരോ ഇനങ്ങളും പ്രത്യേകം പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയൊരു വിലക്കയറ്റം കാണുന്നത് പച്ചക്കറിയുടെ കാര്യത്തിൽ തന്നെയാണ്. പച്ചക്കറി പണപ്പെരുപ്പം ജൂൺ മാസത്തിൽ ഉയർന്നത് 29.33% എന്ന തോതിലേക്കാണ്. മിക്കവാറും ഇനങ്ങളുടെ എല്ലാം വില ഇരട്ടിയിലേറെ. പ്രത്യേകിച്ച് ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം നമുക്ക് അനുഭവപ്പെട്ടത് തക്കാളിയുടെ വിലയിലും അതുപോലെ തന്നെ സവാള അടക്കമുള്ള സാധനങ്ങളുടെയും മറ്റ് പല ഇനങ്ങളുടെയും കാര്യത്തിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ഒരു റെക്കോർഡ് നിലവാരത്തിലേക്ക്, വലിയൊരു തോതിലേക്ക് പച്ചക്കറിയുടെ ഈ പണപ്പെരുപ്പം ഉയരുകയാണ്. ജൂൺ മാസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 29.33% കയറിയിരിക്കുന്നു. തൊട്ടടുത്ത് വരുന്നത് പരിപ്പ് ഇനങ്ങളുടെ വിലക്കയറ്റമാണ്. അതിൻ്റെ ആ ഒരു സെക്ഷൻ, ഇത് പ്രത്യേകം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പണപ്പെരുപ്പം 16.1%. അപ്പോൾ ആ ഇനങ്ങളുടെ കാര്യത്തിലും വലിയ തോതിലുള്ളൊരു വിലക്കയറ്റം അനുഭവപ്പെടുന്നു. അപ്പോൾ ഇനി ധാന്യങ്ങൾ എടുക്കുക, സെറീൽസ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് വരുമ്പോൾ 8.75%. അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ ഭക്ഷ്യ ഇനങ്ങളുടെ മാത്രം പണപ്പെരുപ്പം, അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷനിൽ ഏതാണ്ട് 50% സംഭാവന നൽകുന്ന ഫുഡ് ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലുള്ള വർധന 9.55% ജൂൺ മാസത്തിൽ. അത് നമ്മുടെ രാജ്യത്തെ ഭീകരമായൊരു രീതിയിലുള്ള വിലക്കയറ്റത്തിൻ്റെ ഒരു തോതിനെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഈ വിലക്കയറ്റത്തിൻ്റെ ഞെരുക്കത്തിൽ നിൽക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും
വലിയ തോതിലുള്ള ഒരു വിഷമവൃത്തം സാധാരണക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അവരുടെ ബഡ്ജറ്റ് താളം തെറ്റും, വരുമാനത്തിനനുസരിച്ച് ചിലവ് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം വരും. കാരണം ഭക്ഷ്യോൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാതെ നിർവാഹമില്ല. അപ്പോൾ നമ്മുടെ ഒരു മാസ ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് 50% ഈ ഭക്ഷ്യ ഇനങ്ങളിലേക്ക് മാറുമ്പോൾ മറ്റു കാര്യങ്ങളിൽ വലിയ ഞെരുക്കം അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. പൊതുവെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിത നിലവാരത്തിൽ തന്നെ താഴോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പർച്ചേസിങ് പവർ എന്ന് പറയുന്ന വാങ്ങൽ ശേഷി വല്ലാതെ ഇടിയുന്നൊരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോവുകയാണ്. മറ്റൊരു വശം, ഇതിനെ രൂക്ഷമായിട്ടുള്ള പണപ്പെരുപ്പം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ 5.08% എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് പരിധി നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ 6%. അതിനടുത്തേക്ക് അതെത്തുകയാണ്. 4%-ൽ താഴെയാക്കി നിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനേക്കാളും വളരെ ഉയർന്ന നിലയിലേക്ക് പോയിരിക്കുന്നു. അമേരിക്ക 2%-ലേക്ക് താഴ്ത്താൻ ലക്ഷ്യമിടുമ്പോൾ നിലവിലത് 3%. അപ്പോൾ ആ രീതിയിൽ വലിയ ഉയർന്ന പണപ്പെരുപ്പം, ലോകത്ത് തന്നെ വളരെ ഉയർന്നൊരു പണപ്പെരുപ്പം ഇന്ത്യയിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം റേറ്റ് സൈക്കിൾ, അതായത് പലിശ കുറയ്ക്കുന്ന MPCയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അടുത്ത യോഗത്തിലും നമുക്ക് പലിശ നിരക്ക് കുറയ്ക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. മിക്കവാറും ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഏതായാലും അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം റേറ്റ് കട്ടിൻ്റെ ഒരു സൈക്കിളിലേക്ക് മാറുമ്പോൾ ഇന്ത്യയിൽ സ്ഥിതി വ്യത്യസ്തമാവുന്നു. രൂക്ഷമാവുന്ന പണപ്പെരുപ്പത്തിൻ്റെ പിടിയിലേക്ക് നമ്മൾ പോവുകയാണ്. അത് നമ്മുടെ ഈ സീസണലായിട്ടുള്ള ഉൽപ്പാദനത്തിന്, കാർഷിക ഉൽപ്പാദനത്തെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അമിതമായ മഴയോ മറ്റോ സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വലിയ വിലക്കയറ്റത്തിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് രാജ്യം കടുത്ത ഒരു പ്രതിസന്ധിയെ നേരിടുന്നു, വിലയുടെ രംഗത്ത് രൂക്ഷമായൊരവസ്ഥ നേരിടുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്കും വില നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്കും പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഈ സാഹചര്യം സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തെ വല്ലാതെ അട്ടിമറിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.